ഒലവക്കോട് വൻ ലഹരിവേട്ട. ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവ കണ്ടെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടിയത്. ഒലവക്കോട് ജംഗ്ഷനിൽ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് 3-അംഗ സംഘം പിടിയിലായത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി 26 വയസ്സുള്ള മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ എന്ന 30-കാരൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി 27-കാരി ബി ഫാത്തിമ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 കിലോഗ്രാമോളം MDMAയും കൊക്കെയിൻ, ബ്രൌൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ മാരക ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. കഴിഞ്ഞ 3 ദിവസമായി ലഹരി സംഘത്തിന് പിന്നാലെയായിരുന്ന പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി വന്നിറങ്ങിയ ഒരാളിൽ നിന്നാണ് പ്രധാന ലഹരിക്കടത്തിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിച്ചത്. തുടർന്ന് ലഹരി സംഘത്തിന് പണം നൽകുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ്സായ വ്യക്തിയെ ഞായറാഴ്ച രാത്രി ഒലവക്കോട് താണാവു ഭാഗത്ത് ആഡംബരക്കാറിലെത്തിയപ്പോൾ ഡാൻസ് ഓഫ് ടീം വാഹനം തടഞ്ഞ് പിടികൂടിയിരുന്നു. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ലഹരിയുമായി എത്തിയവരെ പിടികൂടിയത്. തമിഴ്നാട്ടിലെ കുനിയമ്പുത്തൂർ ഭാഗത്തുനിന്ന് ലഹരിക്കടത്ത് സംഘത്തിന്റെ വാഹനത്തെ പോലീസ് പിന്തുടർന്നു. പോലീസ് നിരീക്ഷണം മനസ്സിലാക്കിയ സംഘം വേലന്താവളം വഴി ചിറ്റൂരിലൂടെ റൂട്ട് മാറ്റി പാലക്കാട്ടേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു. നിർത്താതെ മുന്നോട്ട് നീങ്ങിയ സംഘത്തെ പോലീസ് വാഹനം കുറുകെയിട്ടാണ് കീഴ്പ്പെടുത്തിയത്. പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച വിശദമായ പരിശോധന 3 മണിക്കൂറിലധികം നീണ്ടുനിന്നു. വളരെ വിദഗ്ധമായി ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതിനാൽ പിടിക്കപ്പെട്ടിരുന്ന പ്രതികൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ സംഘം പോലീസുമായി ഒട്ടും സഹകരിച്ചിരുന്നില്ല. ഒടുവിൽ പുലർച്ചെ 5 മണിയോടെ കാറിന്റെ ഡീസൽ ടാങ്കിന് സമീപം പ്രത്യേകമായി പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. പിടിയിലായവർ വൻ ലഹരി മാഫിയയിലെ കണ്ണികൾ മാത്രമാണെന്നും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൂടുതൽ ആളുകൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.